ഉഗ്രശാസനത്തിന്റെ ആൾരൂപമായി തുടർച്ചയായി രണ്ട് ഇടത് സർക്കാരുകളെ നയിച്ച പിണറായി വിജയന് 16ാം നിയമസഭയിൽ വേഷം പ്രതിപക്ഷ നേതാവിൻ്റേത്. യഥാക്രമം 91, 99 എന്നിങ്ങനെയായിരുന്നു 14ാം 15ാം നിയമസഭകളിൽ ഇടതംഗബലമെങ്കിൽ ഇക്കുറി 35 എന്ന ദുർബല സംഖ്യയുമായാണ് UDF സർക്കാരിനെ പ്രതിപക്ഷത്ത് നേരിടേണ്ടി വരിക. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായിയെ പരിഗണിക്കരുതെന്ന ആവശ്യം ഉയർന്നിരിക്കെയാണ് മറിച്ചുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു. CPM-ൽ മറ്റെല്ലാ പേർക്കും പ്രായപരിധി നിർബന്ധമായിരിക്കെ അതൊന്നും ബാധകമല്ലാത്ത പിണറായി വിജയൻ 102 എന്ന മൃഗീയ ഭൂരിപക്ഷമുള്ള UDF സർക്കാരിനെ 35 എന്ന ദുർബലമായ സംഘബലം കൊണ്ട് നേരിടാൻ പോകുന്നത് 82ാം വയസ്സിലേക്ക് അടുക്കുന്ന പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ധാർഷ്ട്യമാണ് ഇടതു തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വിമർശനമുയർന്നിരുന്നു. രണ്ടാം നിരയില്ലാത്ത വിധം CPM-നെ ദുർബലമാക്കിയത് പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവമെന്ന ആക്ഷേപവും ഇരട്ടച്ചങ്കരെന്ന് ഒരു കാലത്ത് സ്തുതിപാഠകർ പാടിപ്പുകഴ്ത്തിയ പിണറായി നേരിടേണ്ടി വരുന്നു. KN ബാലഗോപാൽ ഒഴികെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ മറ്റൊരു പേരില്ലാത്തതിന് ഇതിന് ദൃഷ്ടാന്തമായി വിമർശകർ ഉയർത്തിക്കാട്ടുന്നു. 16 വർഷം പാർട്ടി സെക്രട്ടറി, തുടർന്ന് 10 വർഷം മുഖ്യമന്ത്രി. 1/4 നൂറ്റാണ്ടിലധികം ഇത്തരം സൗകര്യങ്ങളിൽ ജീവിച്ച പിണറായിക്ക് അധികാരത്തിന്റെ ശീതളിമയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ചിന്താഗതി മാറിയോ? പിണറായി ഉത്തമ കമ്മ്യൂണിസ്റ്റാണോ? ചോദ്യങ്ങൾ പലതുയരുന്നുണ്ട് സമൂഹത്തിൽ. സഭയ്ക്കകത്തും പുറത്തും പിണറായിക്ക് അത്ര കണ്ട് അനുകൂലമല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണെങ്കിലും പിണറായി തന്നെയാണ്. ആളിക്കത്തുന്ന ഫയർ ബ്രാൻഡിന് UDF-നെ ചുട്ടരിക്കാൻ സ്വയം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ധിഷണയുണ്ട്. അത് കാലം നമുക്ക് കാട്ടിത്തന്നിട്ടുമുണ്ട്. ഈ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചു വരും. VV വിനോദ്, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.